ഹായ് ഫ്രണ്ട്സ്, ടൂർ ഇട്ട് പോവാം. അങ്ങനെയായിട്ട് ബ്ലാക്ക് കാർ വന്നു. അങ്ങനെ രണ്ട് ബോയ്സ് അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അവർ രണ്ടുപേരെ പ്രേരിപ്പിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്തു. ആ വണ്ടി ബ്ലാക്ക് വണ്ടിയിലിട്ട് അത് വലിയ പാലസ് ഹൗസിലേക്ക് വന്നു. അങ്ങനെ സെക്രട്ടറിമാരെല്ലാം റോസ് പറയാൻ തുടങ്ങി, മാഡം അവർ വന്നിട്ടുണ്ട്. ശരി, അവർ വെച്ചോ. എല്ലാവരും മാസ്ക് ഇട്ടായിരുന്നു. ഹീറോ മാസ്ക് ഇട്ടായിരുന്നു. അങ്ങനെ അവരുടെ മാസ്ക് ഊറി, അതായത് അവരുടെ കണ്ണിൽ തുണി കെട്ടിയത് എടുത്തു ബോഡി ഗാർഡ്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് ഹീറോയ്ക്ക് ഷോക്കായി പോയി. ഇങ്ങനെ സെക്യൂരിറ്റി നോക്കാൻ തുടങ്ങി. എന്താ മാഡം? മാഡം പറഞ്ഞവരെ കിഡ്നാപ്പ് ചെയ്തു. അടിപ്പാവി, എന്താടാ രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്? അതിന് ഫോട്ടോ നോക്കി ഷോക്കായി. മാഡം ഇങ്ങനെ രണ്ട് മണ്ടയൊക്കെ ഇട്ടു റോസ് പെറ്റ്. എന്താടാ നീ കിഡ്നാപ്പ് ചെയ്തുള്ളത്? മാഡം ഇവരാണ് മാഡം കിഡ്നാപ്പ് ചെയ്തത്. ഇവരാണ് മാഡം അവരെ കൂടെ സംസാരിക്കുന്നത്. അതുപോലത്തല്ല മാഡം. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. സെക്യൂരിറ്റി, മാഡം ഇവരാണോ മാഡം? അതെ, ഫോട്ടോ അതെ മാഡം കിഡ്നാപ്പ് ചെയ്തെന്നിട്ടാണ്. അടി അതെ മാഡം, അവരെ പിടിച്ചായിരുന്നു. ഇവൻ്റെ കൂടെയാണ് സംസാരിച്ചുകൊണ്ടായിരുന്നു മാഡം. രണ്ടുപേരും ഒരേ എനിക്ക് ഡ്രസ്സ് ഇട്ടായിരുന്നു. അതെ, കിഡ്നാപ്പ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇട്ടവരോട് ചോദിച്ചു, എൻ്റെ കൂടെ നിന്നെ കളർ ഡ്രസ്സ് ഇട്ട ഒരാൾ സംസാരിച്ചാണ്. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ജങ്കുക്കിനോട് ചോദിച്ചു. ജങ്കുക്കിനെ കിഡ്നാപ്പ്. ജങ്കുക്ക് പറഞ്ഞു എൻ്റെ കൂടെ സംസാരിച്ച ആളാ. അത് ഇങ്ങനെ ഫോട്ടോ കാട്ടി. ഇവരെ ഞാൻ മിരട്ടി വിട്ടതാണ്. ജങ്കുക്ക് കാര്യം പറയാൻ തുടങ്ങി. അതെ, ഇവരെ ഞാൻ മിരട്ടി വിട്ടതായിരുന്നു. അത് മാത്രമല്ല, ഇവനെ വെച്ച് ബുള്ളിങ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇവനെ ഹീറോയി ടെൻഷനിൽ പറയാൻ തുടങ്ങി. ഇവനെ കിഡ്നാപ്പ് ചെയ്താൽ മാത്രമല്ല, ജങ്കുക്കിനോട് മിരട്ടാൻ തുടങ്ങി ഹീറോയി. ഇവനെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയണോ. ഇവന് കുറേ ഗേൾസിനെല്ലാം ബുള്ളിങ് ചെയ്യുക. അതുകൊണ്ടാണ് എനിക്ക് ഇവനെ പിടിക്കണോ. ഒരു കുട്ടി സൂസൈഡ് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് ഷോക്ക്. എന്താ മാഡം, സൂസൈഡ് ചെയ്യാൻ തുടങ്ങിയോ? അതെ, അതുകൊണ്ടാണ് വേണത്. എൻ്റെ ഫ്രണ്ട് ഞാൻ അയച്ചുവിടാ. അത് മുമ്പ് ഈ ഞാൻ സീക്രട്ടാണ് ചെയ്യുന്നത്. പോലീസ് കൊടുക്കാമല്ലോ മാഡം. എന്താ പോലീസ് കൊടുത്താൽ ഒരു പറയില്ല. അവനെ മിരട്ടി വിടായിരുന്നു. അതുകൊണ്ട് അവനെ മിരട്ടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശരി മാഡം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് പറഞ്ഞു. ശരി മാഡം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിന്നെ വിട്ടുവരാം, നീ എനിക്ക് ഹെൽപ്പ് ചെയ്ത് മതി. ഞങ്ങൾക്കോട് പറയാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിനെ പിടിച്ച് വെക്കാൻ. മാഡം ശരി വാ, നീ കൂടെ പറഞ്ഞു. ഹീറോയെ വിളിച്ച്. ഹീറോ ഇതിലുള്ള ഇതേ സാരിയാണ് ഇട്ടത്. ഇത് റെഡ് കളറുള്ള താഴെയുള്ള ജങ്കുക്കിൻ്റെ കൂടെ ഇപ്പുറത്തെ സൈഡിലുള്ള ഇടുപ്പിൽ കൈവച്ച് ഇരിക്കുന്ന ഒരു മാതിരി, ഇടുപ്പിൽ നടുൽ വെച്ച് കഴിയുന്നത് അതുമാതിരിയാണ് ഹീറോയി സാരി എടുത്തത്. അങ്ങനെ ജങ്കുക്ക് മാസ്ക് ഊറി ഹീറോയി. അത് ജങ്കുക്ക് ഫ്ലാറ്റായി. വാവ്, ജങ്കുക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഹീറോയിനും മാഫിയ ക്വീൻ. അങ്ങനെ ജങ്കുക്കോട് പറയാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ജങ്കുക്കോ ആ പ്ലേസ് നിന്ന് പിന്നെ ബോഡി ഗാർഡ് പിടിച്ച് അവനെ പിടിച്ചു കഴിഞ്ഞു. ഓക്കെ, മറിയാതെ വരുന്നു. അങ്ങനെ അവനെ മിരട്ടി തുടങ്ങി. മാഡം അങ്ങനെ വിട് മാഡം. ഹീറോ മാസ്ക് ഇട്ട് പിന്നെ മിരട്ട് ഇവനെ ടോർച്ചർ കൊടുക്കും. എന്നിട്ട് നാല് ദിവസം കുറച്ച് കഴിഞ്ഞ ശേഷം ഇവനെ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ടോർച്ചർ റൂമിൽ കൊണ്ടുപോയി. ഹീറോ ടോർച്ചർ കൊടുക്കാൻ തുടങ്ങി. അവന് എന്തെല്ലാം ചെയ്ത് ഡീറ്റെയിൽ ഫുൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ശരി, ഓക്കെ, എന്നെ വിട്ടോ. എന്നെ എന്ത് പ്രശ്നമൊക്കെ ഇത് റിലീസ് ചെയ്തു, മനസ്സിലായോ? ഓക്കെ മാഡം എന്നെ പറഞ്ഞു സെക്യൂരിറ്റി സെക്യൂരിറ്റി ബോയ് പറഞ്ഞു. ശരി മാഡം, നിങ്ങൾ പോയിക്കോ. ജങ്കുക്ക്, എന്താ മാഡം, ഇതെൻ്റെ കാർഡാണ്. എനിക്കെന്ത് പ്രശ്നമുണ്ട് എന്നോട് കോൾ ചെയ്ത് പറഞ്ഞോ. ഓക്കെ മാഡം, ശരി, ഓക്കെ, പോയിക്കോ. റോസി, മാഡം ഇവരെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ മാഡം. അങ്ങനെ റോസ് പോയി ജങ്കുക്ക് ഹൗസ് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അവർ രണ്ടുപേരും കോളേജിലേക്ക് വന്നിരുന്നപ്പോൾ നടന്ന കാര്യം അങ്ങനെ ഹീറോയി പറഞ്ഞു. ശരി, ഓക്കെ, ഇവർ പോയി കഴിഞ്ഞല്ലേ, ഞാനിപ്പോൾ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഹീറോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് ഹീറോയിനെ പെന്ന് വരാൻ തുടങ്ങി. എങ്ങനെ ഹീറോയിനെ മീറ്റ് ചെയ്യണം ജങ്കുക്ക് നിൽക്കായിരുന്നു. ജങ്കുക്കിൻ്റെ ഫ്രണ്ട് കൂടിയായിരുന്നു വി പറഞ്ഞു. വീനും കിഡ്നാപ്പ് ചെയ്ത്. അതെ, വി മഞ്ഞ ഡ്രസ് ഇട്ടായിരുന്നു അടുത്ത ആൾ. വി പറയാൻ തുടങ്ങി. എടാ മച്ചാ, നീ വിഷമിക്കണ്ട നീ അങ്ങനെയായിട്ട് വിഷമിച്ചോടെ ഇരുന്ന് പറ്റില്ലടാ. അങ്ങനെ ഹീറോയി കോളേജിൽ വന്നു. അതെ, ജങ്കുക്ക് കോളേജിൽ വന്നു. അങ്ങനെ ജങ്കുക്ക് നോക്കി എന്നെ വാക്ക് ചെയ്തോണ്ടായിരുന്നു. അപ്പോൾ ഹീറോയി വരുന്നത് കൊണ്ട് ജങ്കുക്ക് ഷോക്കായി. കാറിൽ ഹീറോയി ഇറങ്ങുന്നത് ജങ്കുക്ക് നോക്കി ഷോക്കായി. ബാക്കി ബോയ്സ് എല്ലാം വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് സൈറ്റ് അടിക്കായിരുന്നു. ജങ്കുക്ക് മുറിക്കാൻ തുടങ്ങി.
ഇവർ മാഫിയ ആണല്ലോ, മാഫിയ ഗേൾ മാതിരി. ജംഗുക്ക് മനസ്സിലായി, ബി പറയും മാഫിയ ക്വീനല്ലടാ ഇത്. അതെ, അങ്ങനെ ഹീറോയിൻ നല്ല സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ ജംഗുക്ക് വെച്ച കണ്ണെടുക്കാത്ത സൈറ്റ് അടിക്കുമായിരുന്നു. അപ്പോൾ ഒരു മിയ പറഞ്ഞൊരു ഗേൾ വന്നത് ജംഗുക്ക് പ്രപ്പോസ് ചെയ്യായിരുന്നു. ജംഗുക്ക് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ജംഗുക്ക് പറഞ്ഞുകൊണ്ട് ആങ്കിൾക്ക് അതുകൊണ്ട് ഹീറോ ജംഗുക്ക് ഇവിടെ സൈറ്റ് അടിക്കുന്നത് നോക്കിയിട്ട് ഹൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇവളാരാ? ഫോ ഫസ്റ്റ് ഒരു ഗേളാണോ? ഇവൾ ബുള്ളിങ് ഇതിൽ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, ഇവൾ ഇവളെ ബുള്ളിങ് ചെയ്ത അവൾ സീനിയറായിരുന്നു. അവൾ ഫസ്റ്റ് ഒരു പഠിക്കുന്ന ഒഴിച്ച് പോയി. അങ്ങനെ ബുള്ളിങ് ചെയ്ത് അവൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോ ഇങ്ങനെ നടന്ന പ്രിൻസിപ്പളോട് സംസാരിച്ച് സെക്രട്ടറി റോസിനോട് പറഞ്ഞു ഞാൻ ബാത്റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവളത് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ അവൾ ബാത്റൂമൊക്കെ വന്നകത്ത് ഹീറോയി ബാത്റൂം പോയിട്ട് വരുമ്പോൾ വെളിയിൽ വരുമ്പോൾ 4-5 ഗേൾസ് ഹീറോയുടെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ഇനി ഫസ്റ്റ് പഠിക്കുന്നതാണോ? ഇനി ഹീറോയിൻ ടോർച്ചർ ഞാൻ ജംഗുക്ക് അവളെ പുറകെ നടക്കുന്നത്. ഹീറോയ്ക്ക് ടെൻഷനായി പൊളപ്പൊളന്ന് കിട്ടും. 4 പേരെ അടിച്ച് ശരിയാക്കിയ 4 പേരെ തറ വിളിച്ചോണ്ട് വന്ന് റോസിൽ വിളിപ്പിച്ചു. അങ്ങനെ ഹീറോയിന് 4 ഗേൾസ് ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പുറം പിടിച്ച് അവളെ പോലൊന്ന് ശരിയാക്കി ഹീറോയിൻ. എന്താ വെച്ച് പോയി, ഞാൻ സാധാരണ ഞാൻ ഫസ്റ്റ് അല്ലടി, ഞാൻ നിങ്ങൾക്ക് സീനിയർ, മനസ്സിലായോ? ഇത് റോസ് ഷോക്കായി. എന്ത് ഞങ്ങൾക്ക് സീനിയർ? റോസയുടെ പേര്? അതെ, നിൻ്റെ അച്ഛനെ എൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇത് റോസിക്ക് ഷോക്കായി മാറി. അതിൽ എനിക്ക് സോറി പറയണം നിനക്ക് നല്ലത്. റോസിൻ്റെ അച്ഛൻ കോൾ ചെയ്ത് വെറുപ്പിച്ച്. മാഡം എന്ത് പറ്റി മാഡം? ഇവളെന്നെ നടന്ന കാര്യം പറയാൻ തുടങ്ങി. അല്ല റോസിൻ്റെ അച്ഛൻ സോറി മാഡം, ഞാൻ റോസി സോറി പറയും. ഫലം അടി വെച്ച് റോസി സോറി പറയും. സോറി മാഡം. ശരി ഓക്കെ, പഠിക്കുന്ന പ്രായത്തിൽ പഠിക്കണം, കൊച്ചു കുട്ടികൾ മാതിരി ചെയ്യാൻ പാടില്ല. അങ്ങനെ മിയാനോട് പറഞ്ഞു. മിയാണ് പിറ്റീട് റോസി പറയാൻ തുടങ്ങി മച്ചി എന്തൊരു കഷ്ടമോ. അങ്ങനെ മിയക്ക് ടെൻഷൻ. മിയാൻ്റെ അച്ഛൻ തച്ചായിരുന്നു. മിയ പറയാൻ തുടങ്ങി ജംഗുക്കിനെ ഞാൻ ലവ് ചെയ്യാം. നീ ആരെ വേണം ലവ് ചെയ്തോ, എന്നെ ടോർച്ചർ ചെയ്യുക, അതായിരിക്കും നിനക്ക് നല്ലത് പറഞ്ഞു.